ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്ക് പോയി. അടുത്തു വരുന്ന അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നടത്താനിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും അവർ കരുതിയിട്ടുണ്ടായിരുന്നു. ഒട്ടും കുറയാതെ അവരുടെ സ്റ്റാൻഡേർഡിന് ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡഡ് ഐറ്റംസ് അവർ കരസ്ഥമാക്കി. ഒരു മടിയും കൂടാതെ അതിൻ്റെ ലക്ഷങ്ങൾ വില വരുന്ന ആ ബില്ല് അവർ പേ ചെയ്ത് പുറത്തേക്കിറങ്ങി ഒരു പോർട്ടറിനെ, ഒരു ചുമട്ടുകാരനെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിക്കാൻ ഒരു വണ്ടി അന്വേഷിച്ചു. ഒരു ഉന്തുവണ്ടിയിൽ പ്രായമായ ഒരു മനുഷ്യൻ വന്ന് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിച്ചു തരാം. കീറിപ്പറിഞ്ഞ തുണിയും ആരോഗ്യക്കുറവും ഒക്കെ കണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇയാൾക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വലിച്ചുകൊണ്ട് വരാനുള്ള ആരോഗ്യമുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും മാഡം, എനിക്ക് ഈ ഒരു ജോലി നിങ്ങളിപ്പോൾ തരുന്നത് ഞാൻ ഇന്നത്തേക്ക് ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് അത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വേറെ ഒരാളെ അന്വേഷിക്കാതെ ഈ സാധനങ്ങളെല്ലാം എൻ്റെ വണ്ടിയിൽ തന്നെ അയക്കാനായിട്ട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞു. അയാളുടെ റിക്വസ്റ്റിനൊപ്പം എത്ര രൂപയാണ് ആകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ സംഖ്യ, നിലവിലെ മാർക്കറ്റ് റേറ്റിലും കുറഞ്ഞ ഒരു സംഖ്യ അയാൾ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ വീണ്ടും വില പേശി ഒരല്പം കൂടി കുറച്ച് അതിലും താഴ്ന്ന, അയാൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ ആ കച്ചവടം ഉറപ്പിച്ചു. ഇവരുടെ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോയി. ഈ മനുഷ്യൻ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഉന്തുവണ്ടിയുമായി യാത്രയായി. കുറച്ചങ്ങ് എത്തിയപ്പോൾ ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ശക്തി മുഴുവനും ചോർന്നുപോയി. അയാൾക്കത് വലിച്ചുകൊണ്ട് പോകാനാവില്ല എന്ന് വന്നപ്പോൾ ആ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സാധനങ്ങളുടെ ഈ ഡെലിവറി ചാർജ് ഞാൻ ആദ്യമേ കൈപ്പറ്റിയതാണ്, അതുകൊണ്ട് ഈ പൈസ നീ എടുത്തു, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ അവരുടെ വീട്ടിൽ ഡെലിവറി ചെയ്യണമെന്ന്. ഇതൊന്നും അറിയാതെ ഈ വീട്ടുകാർ, ഈ മനുഷ്യൻ അത് മുഴുവനും കള്ളത്തരത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഭാര്യയും ഭർത്താവും വീണ്ടും മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ കാണുന്നത് ഈ വയസ്സൻ്റെ ഉന്തുവണ്ടിയിൽ നിന്നും മറ്റൊരു ചെറുപ്പക്കാരൻ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതാണ്. വയസ്സനെയാണെങ്കിൽ കാണാനുമില്ല. ഭാര്യയ്ക്ക് സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഭാര്യയ്ക്കാണല്ലോ കൂടുതൽ ദേഷ്യം വരുന്നത്. അവൾ തൻ്റെ വായി വന്നതെല്ലാം പറഞ്ഞു. അവർ കള്ളന്മാരാണെന്നും കൊള്ളക്കാരാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മാഡം, ഒരു നിമിഷം നിങ്ങളൊന്ന് ശാന്തമാവുക, എന്നിട്ട് കേൾക്കുക. ആ മനുഷ്യൻ്റെ അവസാനത്തെ ഡെലിവറി ആയിരുന്നു ഇത്. ഈ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിക്കാനായിട്ട് അദ്ദേഹത്താൽ ആവുന്ന വിധം കഷ്ടപ്പെട്ടു. പക്ഷേ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ആരോഗ്യക്കുറവ് കൊണ്ടും കുഴഞ്ഞു വീണ് മരിച്ചു. മരിക്കുന്നതിന് മുൻപ് എന്നെ ഈ ജോലി നിങ്ങളുടെ അടുക്കൽ എത്തിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. ആ സംഭവം കേട്ടപ്പോൾ അവർ രണ്ടുപേരും കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിലവിൽ ചിന്തിക്കുമ്പോൾ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഭാര്യയും ഭർത്താവും സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടതും ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം. എന്നാൽ അവസാനം വന്നപ്പോൾ അയാൾക്ക് ഒരു 5 രൂപ കൊടുത്ത് ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നോവ് അവരുടെ മനസ്സിൽ തങ്ങി നിന്നു. പിന്നീട് അവർ വളരെ സാവധാനം ആ സാധനങ്ങളെല്ലാം തങ്ങളുടെ വാഹനത്തിൽ കയറ്റി വീട്ടിലെത്തിച്ചു. വീട്ടിൽ ചെന്നിട്ടും അവരുടെ സങ്കടം ഒരു ചെറിയ ദുഃഖമായി മനസ്സിൻ്റെ കോണിൽ തങ്ങി നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദരിദ്രർ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. രണ്ടാമത്തേത്, ഈശോ അയച്ച പരിശുദ്ധാത്മാവ് എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എന്നോട് പറയും, നീ എപ്പോഴും മറ്റുള്ളവരോട് സഹായം ചോദിക്കാനും നിനക്കില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനും
ഓടിപ്പുറപ്പെടും. അപ്പോഴും ഞാൻ ആ സുഹൃത്തിനോട് പറയും, ഈശോ പറഞ്ഞതുപോലെ ദരിദ്രർ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാനും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് തമാശയായിട്ട് പറയും. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. വലിയ വലിയ മാളുകളിലും നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പവുമൊക്കെ പോകുമ്പോൾ വളരെ മാന്യമായിട്ട് ഏറ്റവും വില കൂടിയതും ബ്രാൻഡഡ് ആയിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതേ നമ്മൾ തന്നെ ഒരു മാർക്കറ്റ് ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കച്ചവടക്കാരിൽ നിന്ന് എത്രമാത്രം പേശിയാണ് നമ്മൾ വില പേശി സാധനങ്ങൾ കൈക്കലാക്കുന്നു. 50 രൂപ ചോദിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും 30 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അതേ സാധനം മാർക്കറ്റിൽ നിന്നെടുത്ത് കവറൊട്ടിച്ച് ബ്രാൻഡൊട്ടിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു മാളിൽ നിന്നോ വാങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി പണം കൊടുത്താലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുകയില്ല. നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാർ, ചീര വിൽക്കുന്നവർ, പച്ചക്കറി വിൽക്കുന്നവർ, അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് ഒരു പ്രാവശ്യം ഒന്ന് മേടിക്കണം, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലഞ്ഞിട്ടാന്ന് പറയുന്നവരോട് പേശാതിരിക്കാം. അവർ ചോദിക്കുന്നത് ന്യായമായ വിലയാണെങ്കിൽ അതൊന്ന് കൊടുത്തിട്ട് ആ സാധനം വാങ്ങുമ്പോൾ അതിൽ നിന്ന് 5-10 രൂപയായിരിക്കും ഒരു പക്ഷേ അവർക്ക് ലാഭം കിട്ടുന്നത്. നമ്മുടെ കയ്യിലുള്ള വലിയ സമ്പത്തിനേക്കാൾ ദൈവത്തിൻ്റെ കരുണയോട് ചേർന്നിട്ട് ആ ദരിദ്രരെ കൂടി നമ്മൾ കരുതുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഓർക്കുക, ദരിദ്രർ എപ്പോഴും നമ്മളോട് കൂടി ഉണ്ടായിരിക്കും. ആമേൻ.